SHOയുടെ പ്രതികരണം ഒന്ന് കാണാം. അല്ല, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇപ്പം പറ്റത്തില്ല. സിനിമാ താരങ്ങളിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? കൂടുതൽ അന്വേഷണം ഉണ്ടാവും. ഇപ്പോൾ കണ്ടത് മരട് SHOയുടെ പ്രതികരണമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്. ഈ സിനിമാ താരങ്ങളുടേതടക്കം മൊഴിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അവർ ആണ് പറയേണ്ടത് എന്ത് കാര്യത്തിനാണ് ഈ ഓംപ്രകാശിന്റെ മുറിയിലേക്ക് അവർ എത്തിയതെന്ന്. വിഷ്ണു സുരേഷ് തുടരുകയാണ്. വിഷ്ണു, ഈ ഓംപ്രകാശിന്റെ മുറിയിൽ നിന്ന് കൊക്കൈൻ കണ്ടെടുക്കുന്നു. 2 സിനിമാ താരങ്ങൾ അടക്കം 20 പേർ ആ റൂമിൽ എത്തുന്നു. എന്തിനിവർ എത്തി എന്നതിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. അത് അക്കാര്യം ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതിലൊക്കെ ഉപരിയായി ഇന്നലെ നടന്ന ആ DJ പാർട്ടിയിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം ആവശ്യമല്ലേ? കാരണം കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ നടക്കുന്നു. DJ പാർട്ടികൾ എന്ന പേരിൽ പല ലഹരി പാർട്ടികളും നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പണ്ട് വന്നിരുന്നു. വിഷ്ണു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് തന്നെ കൊച്ചിയിലെ നാർക്കോട്ടിക് കേസുകളുടെ കണക്കുകൾ വന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ പാർട്ടികൾ, ഈ DJ പാർട്ടികൾ ലഹരി ഉപയോഗത്തിന് ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്നുണ്ടോ? ഇതടക്കം അന്വേഷണം സംഘത്തിന്റെ പരിധിയിൽ വരില്ലേ? ക്രിസ്റ്റിന, ഉറപ്പായും ആ DJ പാർട്ടിയിൽ വിശദമായ അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പാർട്ടിയിൽ പങ്കെടുത്ത ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള കുറ്റത്തിനാണ് ചില ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോഴും അവർ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. 4 പേരോളം ഇതിനോടകം തന്നെ പാർട്ടിയിൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന പേരിൽ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവ് അടക്കം കണ്ടെടുക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയോടുകൂടിയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. കൊക്കൈൻ, ഹെറോയിനുമായ ഒരാളെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പോലും അത്തരത്തിലൊരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ആ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ മുന്നോടി, അതായത് പാർട്ടി നടത്തുന്നതിന് മുന്നോടിയായി സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം നടത്തിയ അന്വേഷണത്തിലാണ് ഓംപ്രകാശ് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും കൊച്ചിയിൽ എത്തിയത് ഈ ലഹരി ഇടപാടിൻ്റെ ഭാഗമായാണെന്നും എല്ലാം പോലീസ് വിവരം ലഭിക്കുകയും ഓംപ്രകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ആ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വ്യക്തമായ തെളിവ് പോലീസിൻ്റെ പക്കലുണ്ടായിരുന്നു. ഓംപ്രകാശിനെ പോലെ ഒരാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ കേവലമായി അബ്കാരി ആക്ട് ഇട്ട് മാത്രം പോലീസ് കേസെടുക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിച്ച് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊക്കൈൻ അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച്, അതായത് കൊക്കൈൻ്റെ സിപ്പ് കവറാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. ആ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് കോടതിയിലേക്ക് എത്തിച്ചത്. പക്ഷേ സ്വാഭാവികമായും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അതിലുണ്ടായിരുന്നില്ല. അതോടൊപ്പം ദ്രാവക രൂപത്തിലാണ്. അതുകൊണ്ട് പോലീസിനത് കോടതിയിൽ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ജാമ്യം ലഭ്യമായത്. അതിനപ്പുറത്തെല്ലാം പ്രധാനമായും പോലീസ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെയാണ്. അതിൽ ഈ പേരുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീനാഥ് ബാസിയുടെയും പ്രയാഗ മാർട്ടിൻ്റെയും പേരുകളാണ്. ഇരുവരും എന്തിന് ഈ ഓംപ്രകാശിൻ്റെ മുറിയിലെത്തി എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. അയാൾക്ക് സിനിമയുമായി എന്ത് ബന്ധം എന്നുള്ളതും ചോദ്യമായി നിൽക്കുന്നുണ്ട്. അയാൾ മുൻപൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ മുത്തൂറ്റ് പോളം വധക്കേസൊക്കെ കഴിഞ്ഞ് കുപ്രസിദ്ധിയൊക്കെ നേടിയ ശേഷം വീണ്ടും അയാളൊരു സിനിമയുടെ ഭാഗമായൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്തേക്ക് സിനിമയുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി അറിയില്ല. നമ്മൾക്ക് ഓംപ്രകാശിനെ പരിചയമുള്ളത് ഈ കുപ്രസിദ്ധ കേസുകളുമായി ബന്ധപ്പെട്ടാണ്, നൊട്ടോറിയസ് കേസുകളുമായി ബന്ധപ്പെട്ടാണ്, കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ മുറിയിലേക്ക് എന്തിനാണ് ഈ സിനിമാ താരങ്ങൾ പോയത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സിനിമാ താരങ്ങൾ തന്നെയാണ്. അവർ അതിന് വ്യക്തമാക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലീസ് അത് ചോദിച്ചറിയും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇതിനോടകം തന്നെ പോലീസ് അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ അല്പസമയം മുമ്പാണ് ഈ മരട് SHO വ്യക്തമാക്കിയത് ഇതിൽ തുടരന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഓംപ്രകാശിന് ജാമ്യം ലഭിച്ചു എന്ന പേരിൽ തങ്ങൾ ഈ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ ചില ഗുരുതരമായ കണ്ടെത്തലുകൾ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് കോടതിയെ വരും ദിവസങ്ങളിൽ റിപ്പോർട്ടായി തന്നെ അറിയിക്കും എന്നുള്ള നിലപാടാണ് നിലവിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായ അന്വേഷണം ഉണ്ടാകും. DCPക്ക് മുമ്പാകെ ഒരുപക്ഷെ ഈ പ്രയാഗ മാർട്ടിനും ഈ ശ്രീനാഥ് ബാസിയും ഹാജരാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ വിവരശേഖരണത്തിൻ്റെ ഭാഗമായിരിക്കും അവരെ വിളിച്ചു വരുത്തുക. എന്തായാലും വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒപ്പം കൊച്ചിയിലേക്കുള്ള ഈ ലഹരി ഇടപാടുകൾ കേന്ദ്രീകരിച്ചും നടപടികൾ ശക്തമാക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. പ്രത്യേകിച്ച് ഒരു മാസത്തിൽ 137 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് കൊച്ചി ഒരു ലഹരി ഹബ്ബായി മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ലഹരി ഹബ്ബ് എന്ന് പറയുന്നത് കഞ്ചാവ് മാത്രമല്ല, കൊച്ചിയിൽ ലഭ്യമാകാത്ത ഒരു സിന്തറ്റിക് ഡ്രഗും നിലവിൽ ഇല്ല. ഇന്നലെ ഹൈഡ്രോ കഞ്ചാവ് അടക്കം പിടികൂടുന്ന സാഹചര്യമുണ്ടായി. സിന്തറ്റിക് ടാബ്ലറ്റുകൾ, സിന്തറ്റിക് സ്റ്റാമ്പുകളടക്കം നിരവധി തവണ കൊച്ചിയിൽ ഒരു ദിവസം പ്രതിദിനം 5 MDMA കേസുകൾ എന്ന രീതിയിലാണ് കൊച്ചിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ NDPS കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്.
അങ്ങനെ കൊച്ചി ഒരു ലഹരി ഹബ്ബായി മാറുന്നതിനിടയിലാണ് നൊട്ടോറിയസ് ക്രിമിനലായ ഈ ഓം പ്രകാശിൻ്റെ വരവ്. അതുകൊണ്ട് ഓം പ്രകാശ് കൊച്ചിയിൽ ഏത് സാഹചര്യത്തിലാണ് എത്തിയത്, അവർക്ക് സിനിമാക്കാരുമായുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഓം പ്രകാശ് എന്ന നൊട്ടോറിയസ് ക്രിമിനലുമായി പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ബന്ധം പുലർത്തുന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നടന്ന അലൻ വോക്കേഴ്സ് ഷോ കേന്ദ്രീകരിച്ച് ലഹരി എത്തിക്കാനാണ് ഓം പ്രകാശ് എത്തിയത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ സിനിമാ താരങ്ങളടക്കം ഓം പ്രകാശിന്റെ മുറിയിലെത്തി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്.